Hello everyone, what's happening in Brilliant today? ഇന്ന് ബ്രില്യൻറ്റിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമായ JEE മെയിൻസിനായിട്ടുള്ള മോഡൽ എക്സാമിനേഷൻ ഓൺലൈൻ മോഡൽ നടത്തുകയാണ്. നിരവധി പരീക്ഷകൾ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൽ 20ഓളം പരീക്ഷകൾ ഇപ്പോൾ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിരവധി പരീക്ഷകളും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തീർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് പരീക്ഷയെ വളരെ കോൺഫിഡൻസോടുകൂടി നേരിടാൻ എല്ലാ തരത്തിലും സജ്ജമാക്കുകയാണ് ബ്രില്യൻറ്റ്. സെഷൻ 1ലേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 22-ാം തീയതി ആരംഭിക്കുന്ന JEE മെയിൻ സെഷൻ 1ലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ എല്ലാ തരത്തിലും സജ്ജമാക്കിയിരിക്കുകയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. ഇന്നിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ സെഷനാണ് നടക്കുന്നത്. ഇവിടെ പാലായിൽ തന്നെ 3 ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ് ബ്രില്യൻറ്റ് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. 1 at the D ബ്ലോക്ക്, മറ്റ് 2 സെൻറ്ററുകൾ ഇവിടെ ആണ്ടൂരുള്ള ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്ററിൽ 2 നിലകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. JEE മോഡൽ എക്സാമിനേഷൻസ് ഇവിടെ നടക്കുകയാണ്. ഒരേ സമയം 4000-ഓളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള സംവിധാനമാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതേപോലെ ബ്രില്യൻറ്റിൻ്റെ വിവിധ ക്യാമ്പസുകളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഒരേ സമയം പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2 മാസം മുൻപ് തന്നെ സിലബസ് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി മോഡൽ എക്സാമിനേഷൻസ് ഇതോടകം നടന്നു കഴിഞ്ഞു. ആൻഡ് അതോടൊപ്പം തന്നെ ഓരോ ദിവസവും എക്സാം കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് അനാലിസിസും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നടന്നുകൊണ്ടേയിരിക്കുന്നു. JEE മെയിൻസ് അതേപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് കീം എക്സാമിനേഷൻസിൻ്റെ അതേ പാറ്റേണിലാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മെയിൻ എക്സാമിനെ വളരെ കോൺഫിഡൻസോടുകൂടി നേരിടുവാനും സാധിക്കും. അവസാന ലാപ്പിലെത്തിയിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളോട് അവരുടെ ആ ഒരു പ്രിപ്പറേഷനും അതോടൊപ്പം തന്നെ ഈ ഒരു 1 year ജേർണിയും ഒക്കെ അവരുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം മോനെ പേര് പറയാമോ? എൻ്റെ ഒരു റേസ്, ഞാനിവിടെ E20 ബാച്ച് JEE മെയിൻ E20 ബാച്ച് പഠിക്കുന്നു. വീട് എവിടെയാ? വീട് കാസർഗോഡ്. സൗരവ് E20 ബാച്ച് കണ്ണൂർ. മിഷ്നാൻ തലശ്ശേരി. Aaron G. Sanu from E17 batch. Felix PJ E17 batch. Ganesham KB E24 batch. ഇപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ? തീർച്ചയായും പ്രിപ്പറേഷൻ ഇപ്പം ഫൈനൽ ഫേസിലാണ്. ഇപ്പോൾ ആകെ 10 ദിവസമുള്ളൂ JEE മെയിൻ എക്സാമിലേക്ക്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതല്ല ഒരിക്കലും. അതായത് ആ പ്രോഗ്രസ് ഭയങ്കര സ്റ്റീപ്പായിരുന്നു, ആ ഗ്രാഫ് ഭയങ്കര സ്റ്റീപ്പായിരുന്നു. കാരണം വന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ. കൺസെപ്റ്റ് എല്ലാം പഠിച്ചു, വൃത്തിക്ക് പഠിച്ചു. ഇവിടുത്തെ എക്സാമിനേഷൻ ആണെങ്കിൽ കൂടി എല്ലാം ശരിക്കും നമ്മളെ ഒരു പോസിറ്റീവ് ഡിവിഷനിലേക്കാണ് നയിച്ചത്. അറൗണ്ട് ഒരു നമ്മൾ 34 എക്സാംസ് ആണ് ഇപ്പം സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതിനകത്ത് നിന്ന് ഇപ്പം 20 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? എന്നുവെച്ചാൽ നമുക്ക് ഏകദേശം ഒരു നവംബർ മാസം ആകുമ്പോഴേ ക്ലാസ്സെല്ലാം നമുക്ക് കഴിഞ്ഞിരിക്കും.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് വെച്ചാൽ കൂടുതൽ ഇനി നമ്മൾ മിസ്സായ ടോപ്പിക്സ് അതിൽ നമുക്ക് ഹോസ്റ്റലിരുന്ന് ഒന്ന് സെറ്റാക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. പിന്നെ ഈ ആഴ്ചയിൽ ആ സമയത്ത് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് 2-3 എക്സാമുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാം എഴുതിയപ്പോൾ ഈ എക്സാമിനുള്ളൊരു പേടി മാറി കിട്ടി. കുറച്ചൊരു കോൺഫിഡൻസ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. How was the classes? ക്ലാസ്സസ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും ക്യാച്ചപ്പ് ചെയ്യുന്നത്. പക്ഷേ ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറായിരിക്കും അറ്റ് എ സ്ട്രെച്ച്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഫാക്കൽറ്റീസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇത്രയും എക്സാംസ് എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. എക്സാംസ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ഫിയർ ഉറപ്പായിട്ട് മാറി കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് എല്ലാവർക്കും നടത്തുന്നത്. അപ്പോഴത്തേക്ക് ഓരോ പിള്ളേർക്ക് ഷിഫ്റ്റ് വൈസ് ആയിട്ട് നടത്തുന്നുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്കിപ്പം ആ ഒരു ജെമിയൻ സെൻറ്ററിൽ ചെന്ന് ഇരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം സ്ട്രെസ് ആദ്യം വരും. ബട്ട് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആകുമ്പോഴത്തേക്ക് 34 എക്സാംസ് ഉണ്ട് അപ്പോൾ 22nd എക്സാം തുടങ്ങിയാൽ അവിടെ കൊണ്ട് എക്സാം തീർത്തുന്നില്ല. മെയിൻ എക്സാം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർന്നില്ല. പിന്നെ നമുക്ക് 30 വരെ എക്സാംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട്. ഓരോ ദിവസം അവർക്ക് എക്സാംസ് നടത്തുന്നുണ്ട്. എന്നുവെച്ചാൽ അടുത്ത ദിവസം വരുന്ന പിള്ളേർക്ക് വേണ്ടി എക്സാംസ് വരുന്നത്. പിന്നെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ആപ്പിൽ കുറേ എക്സാംസ് വരുന്നുണ്ട്. ഓരോന്നിനെ ബേസ് ചെയ്ത് JEE ആണോ IIT ആണോ നമുക്ക് അതിനൊക്കെ തന്നെ കുസാറ്റ് ആണെങ്കിൽ പോലും അതിനെ ബേസ് ചെയ്ത് എക്സാം ചെയ്യുന്നത്. നമുക്ക് ഹോസ്റ്റലിരുന്ന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. അത് ചെയ്യുന്നത് തന്നെ വലിയൊരു നല്ല കാര്യങ്ങളാണ്. അതിനൊക്കെ തന്നെ ആപ്പിലെ നോട്ട്സും പിന്നെ ഷുവർ ഷോട്ട് ഇറക്കുന്നുണ്ട്. നമുക്കിപ്പം എന്തെങ്കിലും തരത്തിൽ നമ്മൾ പഠിക്കാൻ ബാക്കിലോട്ടാണെങ്കിൽ പോലും നമുക്ക് അത് കണ്ട് നമുക്ക് അവരുടെ ലൈവ് ക്ലാസ്സസ് കണ്ടെന്ന് വെച്ചാൽ മെയിനായിട്ട് കുറച്ച് കൂടെ കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് അവർ പിന്നെയും പറഞ്ഞു തരുന്നുണ്ട്. ഇനി വാട്ട് അബൌട്ട് അവർ സ്റ്റഡി മെറ്റീരിയൽസ്? സ്റ്റഡി മെറ്റീരിയൽസ് 100% യൂസ്ഫുള്ളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ PYQs എന്ന് പറഞ്ഞാൽ ഒരു 11 കൊല്ലത്തെ PYQs നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ പോയിന്റർ, അങ്ങനെ പല ബുക്സ് നമുക്ക് ഓരോ ടൈമിൽ നമുക്ക് അങ്ങനെ എക്സാമിന് മുന്നേ ആവശ്യമുള്ള ബ്രെയിൻ പോയിന്റേഴ്സ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവസാന 10 മിനിറ്റിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ ഓടിച്ച് നോക്കാനായിട്ട് വരെ ഇവർ സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് PYQs എന്ന് പറഞ്ഞാൽ 1 കൊല്ലം ഇരുന്ന് ചെയ്യാനുള്ള PYQs നമുക്കിവിടെ തന്നിട്ടുണ്ട്. 100% യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പം പൊതുവെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും, അയ്യോ 1 വർഷം കളയുവാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. അപ്പം എന്താണ് ഈ 1 വർഷത്തിൽ നിന്ന് മോന് മനസ്സിലായത്? എനിക്കിപ്പോൾ ഈ 1 കൊല്ലം വേസ്റ്റ് ആയെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം ഇതിൻ്റെ മുമ്പ് ഞാൻ ഏത് പരീക്ഷ എഴുതിയാലും അതിനേക്കാളും എന്തായാലും 2 ഇരട്ടി ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും അതിനെ എഴുതുമ്പോൾ. ബ്രില്യൻ്റ് വന്നിട്ട് സ്റ്റഡി എന്താ പറയുക കോൺഫിഡൻസ് ലെവൽ അത്ര കൂടിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് അങ്ങനെ കൂടിയിട്ടുണ്ട്. കുറേ എക്സാംസ് എഴുതി ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് നമ്മൾ എന്താ പറയുക കുറേ എഴുതി പ്രാക്ടീസായി. അപ്പോൾ ഇങ്ങനെ നോക്കിയാലും ഇതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്കുള്ളൂ. സോ ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്തുമാത്രം കോൺഫിഡൻസോടു കൂടിയാണ് അവർ JEE മെയിൻ സെഷൻ 1 നേരിടാനായി ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. എല്ലാവിധ സപ്പോർട്ടുമായി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്നും നമ്മുടെ വിദ്യാർത്ഥികളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ വിജയം 100% ഉറപ്പാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.